പുതുവർഷം എത്തിക്കഴിഞ്ഞു, ഒപ്പം ഒരു പുതിയ ജനറേഷനും. അതെ, 2025 ജനുവരി 1 മുതൽ ജനറേഷൻ ബീറ്റ വരുന്നു. 2025 ജനുവരി 1 മുതൽ ജനറേഷൻ ബീറ്റ, ജെൻസി അഥവാ ആൽഫ, ജെൻ വൈ അഥവാ മില്ലേനിയൽസ്, പിന്നെ ബൂമേഴ്സ് എന്നിവരോടൊപ്പം ചേരുകയാണ്. ജനറേഷൻ ബീറ്റ, ജെൻ സി, ജെൻ വൈ എന്നിവർക്കൊപ്പം 2039ഓടെ ലോക ജനസംഖ്യയുടെ 16% വരുമെന്നാണ് കണക്കുകൾ. ഇനി ഇവരിൽ പലരും 22ാം നൂറ്റാണ്ട് വരെ ജീവിക്കും. ചോദ്യം ഇതാണ്: ഈ ജനറേഷൻസിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം? എന്തെല്ലാം വെല്ലുവിളികൾ അവർ അഭിമുഖീകരിക്കും? ഒന്ന് പരിശോധിക്കാം. ബൂമേഴ്സ്, ജെൻ വൈ അഥവാ മില്ലേനിയൽസ്, ജെൻസി അഥവാ ആൽഫ ജനറേഷൻ എന്നിവയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ജനറേഷൻ ബീറ്റയാണ്. ബീറ്റ ബേബീസ് വരുന്നു. ജനറേഷൻ ലേബലുകൾ നിർവചിക്കുന്നതിൽ പ്രശസ്തനായ സാമൂഹിക ഗവേഷകനായ മാർക്ക് മെക്കിൻഡ്രിലാണ് ബീറ്റ ബേബീസിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. സ്മാർട്ട് ടെക്നോളജിയുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഉയർച്ചയ്ക്ക് ജനറേഷൻ ആൽഫ സാക്ഷ്യം വഹിക്കുമ്പോൾ വിദ്യാഭ്യാസം, ജോലി സ്ഥലങ്ങൾ മുതൽ ആരോഗ്യ സംരക്ഷണം, വിനോദം എന്നിങ്ങനെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഈ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും സമന്വയിപ്പിച്ചിരിക്കുന്ന ഒരു ലോകത്താണ് ജനറേഷൻ ബീറ്റ ജീവിക്കാൻ പോകുന്നത്. 2039ഓടെ ഈ ബീറ്റ കുഞ്ഞുങ്ങൾ ജെൻ വൈ, ജെൻ സി എന്നിവരോടൊപ്പം ലോക ജനസംഖ്യയുടെ 1/6 വരുമെന്നാണ് കണക്കുകൾ. ഓട്ടോണമസ് ട്രാൻസ്പോർട്ടേഷൻ അഥവാ സ്വയംഭരണ ഗതാഗതം, ധരിക്കാവുന്ന ആരോഗ്യ സാങ്കേതിക വിദ്യകൾ, ഇമേഴ്സീവ് വിർച്വൽ പരിസ്ഥിതികൾ എന്നിവ വളരെ സാധാരണമായ ലോകത്തെ ആദ്യ തലമുറയായിരിക്കും വരുന്ന ബീറ്റ ബേബീസ്. എന്നിരുന്നാലും സാങ്കേതികമായി പുരോഗമിച്ച ഈ ലോകം കാര്യമായ വെല്ലുവിളികളും അവതരിപ്പിക്കും. അതായത് കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, ആഗോള ജനസംഖ്യാപരമായ പ്രശ്നങ്ങളുമായൊക്കെ പൊരുത്തപ്പെടേണ്ട നിലയിലാണ് ജനറേഷൻ ബീറ്റ വരുന്നത്. അഡാപ്റ്റബിലിറ്റി, സഹകരണം, ക്വാളിറ്റിയിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ വെല്ലുവിളികൾ ഒക്കെ വരാനിരിക്കുന്ന തലമുറയുടെ മൂല്യങ്ങളെ രൂപപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാർക്ക് മെക്കിൻഡ്രിൽ പറയുന്നുണ്ട്. മുൻ തലമുറകൾ വർദ്ധിച്ചു വരുന്ന പാരിസ്ഥിതിക അവബോധം കാണിക്കുന്നുണ്ടെങ്കിലും സുസ്ഥിരത ഒരു ട്രെൻഡ് മാത്രമല്ല, അടിസ്ഥാനപരമായ പ്രതീക്ഷയാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ജനറേഷൻ ബീറ്റ വഹിക്കും. ജെൻ ബീറ്റയുടെ ആവശ്യങ്ങൾ, മൂല്യങ്ങൾ, മുൻഗണനകൾ എന്നിവ മനസ്സിലാക്കുന്നത് അവർ ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് പ്രവചിക്കുന്നതിൽ വളരെ നിർണായകവുമാണ്. ഇനി രസകരം ഇതാണ്: ജെൻസി മാതാപിതാക്കൾ ജനറേഷൻ ബീറ്റയുമായി വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചേക്കാമെന്നും മാർക്ക് മെക്കിൻഡ്രിൽ പറയുന്നുണ്ട്. ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന്റെ പോസിറ്റീവ്സും അതുപോലെ വെല്ലുവിളികളെക്കുറിച്ചും ജനറേഷൻ സിക്ക് കൂടുതൽ അറിയാം. ഏറ്റവും സാങ്കേതിക ജ്ഞാനമുള്ള രക്ഷിതാക്കൾ എന്ന നിലയിൽ ജെൻസി സാങ്കേതിക വിദ്യയുടെയും സ്ക്രീൻ ടൈമിന്റെയും ഒക്കെ നേട്ടങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ അതിന്റെ ദോഷവശങ്ങളും നെഗറ്റീവ്സും തുല്യമായി കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. കുട്ടികൾ അത് ആക്സസ് ചെയ്യേണ്ട സമയവും പ്രായവും എന്നതിനെക്കുറിച്ച് വ്യക്തമായ അറിവുള്ളവരാകും എന്നും മെക്കിൻഡ്രിൽ വ്യക്തമാക്കുന്നു. ഒരു പോസ്റ്റ് പാൻഡമിക് ലോകത്തെ കാണാൻ പോകുന്ന ബീറ്റ ജനറേഷൻ ആൽഫ ജനറേഷനേക്കാൾ വ്യത്യസ്തരാകും എന്ന് ഉറപ്പാണ്. മുൻ തലമുറകൾക്ക് ഇല്ലാത്ത രീതിയിൽ സ്മാർട്ട് ഉപകരണങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉപയോഗിച്ചാണ് ജനറേഷൻ ബീറ്റ വളരാൻ പോകുന്നത്. 2025 ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു പുതിയ യുഗം കൂടിയാണ് ആരംഭിക്കുന്നത്. ഒരു പുതിയ ലോകത്തെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി കാത്തിരുന്ന് തന്നെ കാണാം.